ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിന്നോടാരും ഇവിടെ വരാൻ പറഞ്ഞത്? ശ്രേയ, ഒരു 5 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും നിന്നോട് സംസാരിക്കാനില്ല. എനിക്കുണ്ട് ശ്രേയ. എന്നെ ശല്യം ചെയ്യാതെ പോവാൻ നോക്ക്. ഇനി ഒരിക്കലും എന്റെ ശല്യം ഉണ്ടാവാതിരിക്കാനാ ഞാൻ ശ്രേയ കാണാൻ വന്നത്. എന്താ? ശ്രേയ, എന്റെ ബാലമാമൻ ഒരു പാവം. എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്നൊരു പാവം. ആ ബാലമാമൻ ഇപ്പോ സങ്കടങ്ങൾ മാറിയ സമയമില്ല. ആ കൊച്ചേട്ടനെ ഓർത്ത് ഓരോ നിമിഷവും വിഷമിച്ചോണ്ടിരിക്കുക. ഒരച്ഛന് വേണ്ടി ഒരു മകന് കരയാം, എന്നാൽ ഒരു മകന് വേണ്ടി ഒരു അച്ഛൻ കരയാൻ പാടില്ല ശ്രേയ. അങ്ങനെ സംഭവിച്ച അതിനും വലിയൊരു ശിക്ഷ ആ അച്ഛന് കിട്ടാനില്ല. ആ ശിക്ഷ ഇപ്പോ എന്റെ ബാലമാമൻ അനുഭവിച്ചുകൊണ്ടിരിക്കോ. ഇതിനെല്ലാം കാരണം നീയോ? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീ മാത്രം. ശ്രേയ പറയുന്നത് ശരിയാ. എല്ലാത്തിനും കാരണം ഞാനാ. എനിക്ക് വേണ്ടിയെല്ലാം നടന്നത്. അക്കുച്ചേട്ടൻ ഇപ്പൊ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനും ബാലമാമന്റെ കണ്ണീരിനും ശ്രേയയുടെ ദേഷ്യത്തിനൊക്കെ കാരണം ഞാനാ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാ ഞാൻ ശ്രേയ കാണാൻ വന്നത്. സൊല്യൂഷനോ? എന്ത് സൊല്യൂഷൻ? അതും നീ? നിന്നെ ഞാൻ വിശ്വസിക്കണോ? വിശ്വസിക്കണം ശ്രേയ. അക്കുച്ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഏത് സാഹചര്യത്തിലാണെന്ന് ഞാൻ ശ്രേയോട് പറഞ്ഞല്ലോ. അതറിഞ്ഞിട്ടും അക്കുച്ചേട്ടനെ ഉപദ്രവിക്കുന്ന എന്തിനാ ശ്രേയ? മനസ്സ് നിറ ശ്രേയയുടെ ഓർമ്മകളും സ്നേഹവും വെച്ചോണ്ട് അച്ഛന്റെ അഭിമാനം കാക്കാൻ എന്നെ താലി കെട്ടിയ അക്കുച്ചേട്ടന്റെ വിഷമം ശ്രേയക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കാൻ ഞാൻ ദൈവമൊന്നും അല്ലല്ലോ. ഞാൻ എന്റെ ജോലിയാ ചെയ്യുന്നത്. എല്ലാം അറിയുന്ന ശ്രേയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ശ്രേയ മനസ്സിലാക്കണം. അക്കുച്ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ശ്രേയ. അക്കുച്ചേട്ടൻ എന്റെ കൂടെയാണെങ്കിലും മനസ്സ് മുഴുവൻ ശ്രേയ. ബാലമാമന്റെ വാക്ക് കേട്ട് എന്റെ കഴുത്തിൽ അക്കുച്ചേട്ടൻ താലി കെട്ടിയെങ്കിൽ അത് അക്കുച്ചേട്ടൻ മനസ്സറിഞ്ഞ് ചെയ്തതല്ല ശ്രേയ. എങ്ങനെ നോക്കിയാലും അക്കുച്ചേട്ടന് ചേർന്നത് ശ്രേയ തന്നെയാ. അക്കുച്ചേട്ടൻ ശ്രേയയുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ഞാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയാ ശ്രേയോട് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. അക്കുച്ചേട്ടന്റെ പിറന്നാൾ സമ്മാനമായിട്ട് ശ്രേയ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ പിറന്നാളിന്റെ അന്ന് ശ്രേയ വന്നില്ല. അക്കുച്ചേട്ടനെ വിട്ടതുമില്ല. ഇപ്പോഴും വൈകിട്ടില്ല ശ്രേയ. ശ്രേയ അന്ന് എന്നോട് പറഞ്ഞ പോലെ അക്കുച്ചേട്ടനെ വിട്ട് ഞാൻ പോയിക്കോളാം. ശ്രേയയ്ക്ക് അവകാശപ്പെട്ട ആകാശിന്റെ കൂടെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. അതിനിടയ്ക്ക് ഞാൻ ഒരിക്കലും വരില്ല. നിന്റെ ഔദാര്യമാണോ എനിക്ക് എന്റെ ആകാശ്?
അല്ല ശ്രേയ. നീ വന്ന് എന്റെ മുന്നിലെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യണ്ട. നിന്നെ എനിക്ക് നന്നായി അറിയാവുന്നതാ. എന്റെ മുന്നിൽ വന്ന് കണ്ണീരൊഴിക്കുക, ഞാനതിൽ വീഴൂന്ന് കരുതിയോ നീ? ശ്രേയ, ഞാൻ പറയുന്ന സത്യമാ. അക്കുച്ചേട്ടൻ ശ്രേയക്കുള്ളതാ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശ്രേയ. ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ എനിക്ക് ആകാശിനെ വിട്ടുതരണ്ട. ആകാശിനെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാം. ആകാശ് അവനെന്റെ ജീവനാ. അവനെ എന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് നന്നായി എനിക്കറിയാം. അതിനിടയിൽ നീ കേറി വരാതിരുന്നാ മതി. ശ്രേയ, ഞാൻ ആകാശ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിന്റെ സാക്രിഫൈസ് കൊണ്ടാവരുത്. നിന്നെ കളഞ്ഞിട്ട് വരാൻ ഞാൻ അവനോട് പറഞ്ഞപ്പോ ഞാൻ ഇട്ടുകൊടുത്ത മോതിര ഊരി എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പോയവനവൻ. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ, ആകാശിനെ ഞാൻ എന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് കരയിക്കും. അധികം വൈകാതെ തന്നെ അത് നടക്കും. അതിനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും പറയില്ല ശ്രേയ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എടി, നീ ആകാശന്റെ മുറപ്പെണ്ണായി ജനിച്ചത് തന്നെ തെറ്റാ. അവന്റെ ഭാര്യയായി ഇപ്പോഴുള്ള നിന്റെ ഈ ജീവിതം ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ അവസാനിപ്പിക്കും. എല്ലാവരും പറയും ഇതൊക്കെ വിധിയാണെന്ന്. എന്നാൽ ആ വിധി ഞാൻ തിരുത്തി എഴുതും. നിന്റെയും ആകാശിന്റെയും ജീവിതം തീരുമാനിക്കുന്നതേ ഇനി ഞാനായിരിക്കും. ഞാൻ എന്ത് വിചാരിക്കുന്നോ അതേ ഇനി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുള്ളൂ. ഇറങ്ങിപ്പോടി ശ്രേയ, പ്ലീസ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനിയൊന്നും പറയാനോ കേൾക്കാനോ എനിക്കില്ല. അയ്യോ. ശ്രേയ, ശ്രേയ, ശ്രേയ പ്ലീസ്. ശ്രേയ പ്ലീസ്, പ്ലീസ് ശ്രേയ, ഒന്ന് തുറക്കോ. ശ്രേയ, എടി, നീ ആകാശന്റെ മുറപ്പെണ്ണായി ജനിച്ചത് തന്നെ തെറ്റാ.